ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് എന്നോട് ആരോ ഒക്കെ ഒത്തിരി തവണ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത്രയും നാളും ഞാനത് ചെയ്തില്ല. ചെയ്യാതിരിക്കാൻ എന്തോ ഒക്കെ കാരണങ്ങളുണ്ടായിരുന്നു. മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എനിക്ക് മടിയായിരുന്നു. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ മന്ത്ലി എക്സ്പെൻസ് ആണല്ലോ. അപ്പോൾ ഓരോന്നിനെ കുറിച്ച് ഇങ്ങനെ കണക്കെഴുതി കൂട്ടി പറഞ്ഞൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അത് ചെയ്യാണ്ടെങ്കിൽ മടിയായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അത് ചെയ്യാനുള്ള ഒരു അവസരം എനിക്കില്ല. മന്ത്ലി എക്സ്പെൻസിന് USA പറയാനുള്ള ഒരു അവസരം എനിക്കില്ല. അപ്പം ഞാൻ ഓർത്തു ഇതങ്ങ് ചെയ്തേക്കാം ഈ വീഡിയോ. അപ്പം നിങ്ങൾക്കും ആർക്കെങ്കിലുമൊക്കെ അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമായിരിക്കും. പിന്നെ എനിക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ അതൊക്കെ മറന്നു പോകുമല്ലോ. അപ്പം എനിക്കും ഇൻഫർമേഷൻ ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണിത്. സോ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്നത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ എക്സ്പെൻസ് ആണ്. അപ്പം നിങ്ങൾക്കറിയാം USA കുറേ സ്റ്റേറ്റ്സ് ഉണ്ട്. ഹൈ എൻഡ് ലൈക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഉണ്ട്, ഒരു ആവറേജ് എക്സ്പെൻസ് ഒക്കെ വരുന്ന സ്റ്റേറ്റ്സ് ഉണ്ട്, പിന്നെ ഒട്ടും വലിയ എക്സ്പെൻസ് ഇല്ലാത്ത സ്റ്റേറ്റ്സ് ഉണ്ട്. അങ്ങനെ പല കാറ്റഗറി ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പം ഞാൻ താമസിക്കുന്ന പെൻസിൽവേനിയയിൽ അത്യാവശ്യം വലിയ മോശമില്ലാത്ത ഒരു ബറോയിലാണ് ഞാൻ താമസിക്കുന്ന. സ്കൂൾ ഡിസ്ട്രിക്റ്റ് ആണ് ഇവിടുത്തെ നമ്മുടെ എക്സ്പെൻസിനെ എന്താ പറയുക ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ സ്കൂൾ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് ഒരു ഹൈ എൻഡ് സ്കൂൾ ഡിസ്ട്രിക്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, എങ്കിലും ഒരു എബവ് ആവറേജ് ലൈക്ക് അത്യാവശ്യം നല്ലൊരു സ്കൂൾ ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പം ഈ സ്കൂൾ ഡിസ്ട്രിക്റ്റ് മാറുന്നതനുസരിച്ച് മെയിനായിട്ട് വ്യത്യാസം വരുന്നത് നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ വാടക, അല്ലെങ്കിൽ നമ്മൾ ഒരു വീട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വീടിൻ്റെ കോസ്റ്റ്, അതൊക്കെ വ്യത്യാസം വരും. ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെ എൻ്റെ ചുറ്റുപാടും ഞാൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ വരുന്ന ഒരു മന്ത്ലി എക്സ്പെൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ് മാറുന്നതനുസരിച്ചും സ്കൂൾ ഡിസ്ട്രിക്റ്റ് മാറുന്നതനുസരിച്ചും ഒക്കെ ഇതൊക്കെ മാറി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്രദമാവും എന്നെനിക്ക് തോന്നി. കാര്യം എന്താണെന്ന് വെച്ചാൽ 6 വർഷം മുന്നേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഞാനൊരു പോസ്റ്റ് ഡോക്ക് ആയിട്ടായിരുന്നു വരുന്നത്. അപ്പോൾ പോസ്റ്റ് ഡോക്ക് എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് മാത്രമേ അന്ന് ജോലി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഹസ്ബൻഡിന് ഇവിടെ വന്നിട്ട് വേണം ജോലി നോക്കാനായിട്ട്. അപ്പം നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ആരോയൊക്കെയോ നമ്മളെ പറഞ്ഞ് ടെൻഷനും അടുപ്പിച്ചു. കാരണം ഒരാളുടെ സാലറിക്ക് നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുമോ, കൊച്ചിൻ്റെ കാര്യങ്ങൾ, ചിലവ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ടെൻഷൻ അടുപ്പിച്ചായിരുന്നു ആരോയൊക്കെ. അപ്പം ഞാനിങ്ങനെ ഇതെങ്ങനെ ആരോട് ചോദിക്കും, ഇത് നമുക്ക് ഈ സാലറി ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ എനിക്കൊന്ന് ടെൻഷനായിട്ടുണ്ട്. അപ്പം അങ്ങനെ ആരെങ്കിലും ടെൻഷൻ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം സപ്പോസ് പോസ്റ്റ് ഡോക്ക് ആയിട്ടൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ, പോസ്റ്റ് ഡോക്ക് ആയിട്ട് വരുന്നവർക്ക് അവർ ഫാമിലിക്കെല്ലാം വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മിനിമം സാലറി നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ആ ഒരു സമയത്ത് ഞാൻ പോസ്റ്റ് ഡോക്ക് ആയിരുന്ന സമയത്ത് 6 years ബാക്ക് തുടക്കത്തിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരിക്കലും നമ്മൾ വഴിമുട്ടി നിൽക്കത്തൊന്നുമില്ല. നമുക്ക് ജീവിക്കാനുള്ള സാലറി എങ്ങനെയായാലും കിട്ടും. ഒത്തിരിയൊന്നും നമുക്ക് സേവ് ചെയ്യാനൊന്നും പറ്റത്തില്ല, എങ്കിലും നമുക്ക് ജീവിച്ചു പോവാം. അപ്പം ഞാൻ അന്ന് പേടിച്ച പോലെ ഞാൻ ഇവിടെ വന്ന് മൊത്തത്തിൽ പെട്ടുപോകുമോ എന്നുള്ള അങ്ങനെ ആരും ടെൻഷനൊന്നും അടിക്കണ്ട. ഇപ്പം ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്ന വിസയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സാലറി ഓരോ സ്റ്റേറ്റിലെയും നമ്മളെവിടെ താമസിക്കുന്നു അതിനനുസരിച്ചുള്ള സാലറി നിങ്ങൾക്ക് കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇവിടുത്തെ മന്ത്ലി ബഡ്ജറ്റ്, ഞാൻ താമസിക്കുന്ന സ്റ്റേറ്റിലെ ബറോയിൽ ഒക്കെ താമസിക്കുമ്പോൾ ഒരു ബഡ്ജറ്റ്, ഒരു ആവറേജ് മലയാളി ഫാമിലി ലിവിങ് ഇൻ USA എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടുത്തെ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ അങ്ങനെ ഭയങ്കര ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈലൊന്നും നടത്തുന്ന ആളല്ല. ഇപ്പം ഔട്ട് ഓഫ് ദ ബൗണ്ടറി പുറത്തോട്ട് ഞാൻ മെയിനായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചധികം ട്രാവൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് അങ്ങനെ ഇല്ല, എങ്കിലും കഴിഞ്ഞ വർഷം 2024 നമ്മളൊരു 3 തവണയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പെൻസ് ഒന്നും ഞാൻ ഇവിടെ കൂട്ടുന്നില്ല. ട്രാവൽ എക്സ്പെൻസ് വരുമ്പോഴത്തേനും അത് വേറൊരു ലെവലിലോട്ട് പോകും, അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതല്ലാണ്ട് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒരു നോർമൽ ലൈഫ് സ്റ്റൈലാണ്. പക്ഷേ ഈ ഒരു 2-3 മാസം നമ്മൾ കുറച്ച് Airbnb സ്റ്റേ, അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ ഇതിൽ കൂട്ടുന്നില്ല. അതല്ലാണ്ട് നമ്മൾ ഒരു ആവറേജ് മലയാളി ഫാമിലി USA താമസിക്കുമ്പോൾ നമുക്ക് വരാവുന്ന ചിലവ് എത്രയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇൻട്രൊഡക്ഷൻ കുറച്ച് കൂടിപ്പോയെന്ന് എനിക്കറിയാം, എത്ര പേര് ഇപ്പോൾ പിരിഞ്ഞു പോയെന്ന് എനിക്കറിയത്തില്ല. എനിവേ, ലെറ്റ് us get into the video. അപ്പോൾ ഫസ്റ്റ് മേജർ ചിലവെന്ന് പറയുന്നത് ഹൗസിംഗ് ഓർ റെൻ്റൽ ആണ്. ഹൗസിംഗ് ഓർ റെൻ്റലിന് നമുക്ക് വരുന്നത് 2000 മന്ത്ലി, അതാണ് $2000 മന്ത്ലി ആണ് വരുന്നത്. 2000 rupees അല്ല, $2000 മന്ത്ലി. നമ്മൾ താമസിക്കുന്ന ഒരു 1980s ബിൽഡ് ചെയ്ത, എന്ന് വെച്ചാൽ അത്യാവശ്യം പഴക്കമുള്ള ഒരു ടൗൺ ഹൗസ് ആണ് അത്. ഇവിടെ ടൗൺ ഹൗസ് എന്ന് പറയുന്നത് നല്ല ടൗൺ ഹൗസുകളും കിട്ടും, ലൈക്ക്
ഗേറ്റഡ് കമ്മ്യൂണിറ്റി, എല്ലാ ഫെസിലിറ്റീസും ഒക്കെ ഉള്ള ടൗൺ ഹൗസ് ഒക്കെ കിട്ടും. അങ്ങനെ ടൗൺ ഹൗസിലൊക്കെ താമസിക്കണമെങ്കിൽ 2500 എബവ് ടു 3000 ആ ഒരു റേഞ്ച്, 3000 ടു ആ ഒരു റേഞ്ചിലോട്ടൊക്കെ പോകും. അപ്പം നമ്മുടെ വീടെന്ന് പറയുന്നത് ഒരു ആവറേജ് റെന്റൽ കോസ്റ്റ് വരുന്ന ഒരു വീടാണ്, ഒരു ടൗൺ ഹൗസ് ആണ്. ഇതിങ്ങനെ പഴയതായതുകൊണ്ടും ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഒന്നും അല്ലാത്തതുകൊണ്ടുമാണ് ഈ ഒരു റെന്റിന് കിട്ടുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞുള്ള വീട് ടൗൺ ഹൗസ് ഒക്കെ കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ പൈസയാവും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി ബിൽസ്. യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത വരുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈറ്റ്, ഫാൻ ഇല്ല, അങ്ങനെ ഫാൻ നല്ലപോലെ ഫാൻ ഇല്ല, ലൈറ്റ്, പിന്നെ നമ്മുടെ സ്റ്റൗ, കുക്കിംഗ് സ്റ്റൗ എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റിയിൽ റൺ ചെയ്യുന്ന സ്റ്റൗ ആണ്. അപ്പോൾ ആ സ്റ്റൗ, പിന്നെ നമ്മുടെ ഹീറ്റർ, AC. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇലക്ട്രിക് ബില്ലിൽ വരാറ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 120 to 200 വരെ ഒരു റേഞ്ചിൽ വരാം ഒരു വർഷം മന്ത്ലി. ഈ 120 വരുന്ന മെയിനായിട്ടും ഒരു സ്പ്രിങ്ങിൻ്റെ സമയത്ത്, ആ സമയത്ത് നമുക്ക് AC വേണ്ട, ഹീറ്ററും വേണ്ട. ആ ഒരു റേഞ്ചിൽ, ആ ഒരു സമയത്ത് മെയിൻലി നമ്മുടെ ഇലക്ട്രിക് സ്റ്റൗവിൻ്റെയും ബാക്കി നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഒക്കെ ബില്ല് അത് 120 വരും. പിന്നെ 150 വരുന്നത് ഇപ്പോൾ ഒരു സമ്മർ സമയത്ത് നമ്മൾ AC യൂസ് ചെയ്യും. AC യൂസ് ചെയ്യുമ്പോഴത്തേനും ചിലപ്പോൾ അത് 150 വരെ പോകാറുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബില്ല് വരുന്നത്, ഷോക്കിംഗ് ലെവലിലോട്ടൊക്കെ ചിലപ്പോൾ ഇലക്ട്രിക് ബില്ല് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ വിൻ്റർ സമയത്താണ്. വിൻ്റർ സമയത്ത് ഭയങ്കര തണുപ്പായിരിക്കും, നമുക്ക് ഹീറ്റർ ഇടാണ്ട് പറ്റത്തില്ല. നമ്മൾ ഹീറ്റർ ഇടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി എടുക്കുന്നത്. അത് നമുക്ക് 200 വരെ പോയിട്ടുള്ള മാസങ്ങളുണ്ട്. അപ്പം ഞാനൊരു ആവറേജ് എമൗണ്ട് ആയിട്ട് $150 ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് വാട്ടർ, സ്യൂവർ. വാട്ടറിന് നമ്മൾ $20 മന്ത്ലി കൊടുക്കുന്നുണ്ട്, സ്യൂവറിന് നമ്മൾ $20 മന്ത്ലി കൊടുക്കുന്നുണ്ട്. പിന്നെ ട്രാഷ് കളക്ട് ചെയ്യുന്നതിന് $40 മന്ത്ലി. നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമാണ് ട്രാഷ് എടുക്കാനായിട്ട് അവർ വരുന്നത്. 2 സെപ്പറേറ്റ് ക്യാൻസ് നമുക്കുണ്ട്, റീസൈക്ലബിൾസ് ഇടുന്നതും നോൺ റീസൈക്ലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇടുന്നു. ഈ 2 ട്രാഷും അവർ സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിന് നമ്മൾ $40 മന്ത്ലിയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഇൻ്റർനെറ്റ്, നമ്മുടെ രണ്ടുപേരുടെയും കൂടെ ഇൻ്റർനെറ്റ് നമുക്ക് മന്ത്ലി വരുന്നത് $55 ആണ്. പിന്നെ മൊബൈൽ ഫോൺ ബിൽസ് നമുക്ക് രണ്ടുപേരുടെയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഫാമിലി ഒരു സ്കീമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന് $90 മന്ത്ലിയാണ് വരുന്നത്. നെക്സ്റ്റ് ഗ്രോസറീസ് എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് 4 കടയിൽ നിന്നാണ് നമ്മൾ ഗ്രോസറി സാധനങ്ങൾ മേടിക്കാറ്. ബാലാജി ഇന്ത്യൻ കട, പിന്നെ കോസ്കോ എന്ന് പറഞ്ഞ ഹോൾസെയിൽ കട, പിന്നെ ജെ-മാർട്ട്, ബാർഗെയിൻ മാർക്കറ്റ്. ഈ ബാലാജി ഇന്ത്യൻ കടയിൽ നമ്മൾ മാസത്തിൽ 3 തവണ ഒക്കെ വരെ പോവും. മുന്നെയൊക്കെ നമ്മൾ ആഴ്ച ഒരു ദിവസം വെച്ച് മാസത്തിൽ 4 മണിയൊക്കെ പോകുമായിരുന്നു. ഇപ്പം ഞാൻ കുറച്ചുകൂടെ ഒരു വേറെ ഫുഡൊക്കെ കുറെ കൂടെ ഒക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട്, അപ്പം അങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഒരു മാസത്തിൽ ഒരു 3 തവണ, അപ്പോൾ ഒരു തവണ പോകുമ്പം എങ്ങനെയായാലും ഒരു $70 ഒക്കെ ആവും. അപ്പം അങ്ങനെ ഒരു മന്ത്ലി ട്വൈസ് ഓർ ത്രൈസ് ആയിട്ട് നമുക്ക് കൂട്ടാം. പിന്നെ അടുത്ത കോസ്കോയിൽ നമ്മൾ ബേസിക്കലി മെയിനായിട്ട് മേടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പാല്, വെള്ളം, മുട്ട, എണ്ണ, പിന്നെ ടോയ്ലറ്റ് പേപ്പേഴ്സ്, നമ്മുടെ ഇപ്പം പാത്രം കഴുകാനുള്ള സൊല്യൂഷൻ, പിന്നെ നമ്മുടെ ബാക്കി അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഹോൾസെയിലായിട്ട് അവിടെ അത്യാവശ്യം നല്ല ലാഭത്തിന് കിട്ടും. അപ്പം അങ്ങനത്തെ സാധനങ്ങളാണ് അവിടെ നിന്ന് മേടിക്കാറ്. എങ്ങനെയായാലും ഒരു $70 വീക്ക്ലിയാണ് വരാറ്, കാരണം ഇതൊക്കെ നല്ല ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റീസിലാണ് കിട്ടാറ്. അപ്പോൾ അതാണ് ഒരു കോസ്കോയിലെ ബില്ല് വരുന്നത്. പിന്നെ അടുത്തത് ജെ-മാർട്ട് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട സാധനം, ഞാൻ മീൻ മേടിക്കുന്ന കടയാണ് ജെ-മാർട്ട്. അതൊരു ചൈനീസ് കടയാണ്, നല്ല സമാധാനമുള്ള കടയാണത്. കാരണം അവിടുന്ന് നമ്മൾ എത്ര കുറേ സാധനം മേടിച്ചാലും അത്ര ബില്ലാവാറില്ല. അപ്പം ഞാൻ അവിടുന്ന് മീനും ചിലപ്പം മീറ്റ് എന്തെങ്കിലുമൊക്കെ മേടിക്കാറുണ്ട്. അവിടെ നമ്മളൊരു മാസത്തിൽ 2 തവണ അങ്ങനെയൊക്കെയാണ് പോകാറ്. അപ്പോൾ 2 തവണ പോകുമ്പോഴും ഒരു $30 to $40 അങ്ങനെയാണ് മന്ത്ലി ബില്ല് വരാറ്. പിന്നെ ബാർഗെയിൻ മാർക്കറ്റ് എന്ന് പറഞ്ഞ വേറൊരു കടയുണ്ട്, പലതവണ ഞാൻ നിങ്ങളെ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീടിന് അടുത്തായിട്ടുള്ള ഒരു ഗ്രോസറി ഔട്ട്ലെറ്റാണത്. അവിടെ നിന്ന് നമ്മൾ ആഴ്ച 2 തവണ 3 തവണയൊക്കെ ഞാൻ പോകാറുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം തീർന്നു പോയി മേടിക്കണം, അങ്ങനെയൊക്കെ നമുക്ക് വരുമല്ലോ, അങ്ങനെയൊക്കെ പോകുന്ന സ്ഥലമാണ്. അവിടുന്ന് ഒരു തവണ പോയാൽ ഒരു $15 to $20 അങ്ങനെയൊക്കെയാണ് വരാറ്. അതിന് ഞാനൊരു $75 മന്ത്ലി ബില്ല് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പം നമുക്ക് 2 പേർക്കും കാറുണ്ട്. അപ്പം ഞാനിപ്പം ഉള്ള എൻ്റെ കാറ് ഞാൻ യൂസ് ചെയ്യുന്ന കുറവാണ്. മുന്നേ ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് ആ ഒരു സമയത്തെ ഒരു രീതി ഞാൻ പറയാം. അന്ന് ഞാൻ ഒരു 1 വേ എൻ്റെ ട്രാവൽ എന്ന് പറയുന്നത് 6 miles ആണ്. അപ്പോൾ എനിക്ക് അത്ര ട്രാൻസിറ്റ് അത്രയും വരുന്നില്ല. അപ്പം എനിക്കൊരു $100 മന്ത്ലി ഗ്യാസ് ഫില്ല് ചെയ്ത എൻ്റെ എല്ലാം സഫീഷ്യൻ്റ് ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് പക്ഷേ കുറേ കൂടെ എന്നെക്കാളും ഒരു 5 ഇരട്ടി ദൂരം യാത്ര ചെയ്യണം. അപ്പോൾ പുള്ളി അടിച്ചുകൊണ്ടിരുന്ന ഗ്യാസിൻ്റെ എമൗണ്ട് എന്ന് പറയുമ്പോൾ $45 വീക്ക്ലി ഗ്യാസിന് അടിക്കുമായിരുന്നു. അപ്പം നമ്മൾ രണ്ടുപേരും മെയിനായിട്ടും ഗ്യാസ് ഫില്ല് ചെയ്യുന്നതും കോസ്കോയിൽ നിന്നായിരുന്നു. കാരണം കോസ്കോയിൽ നമ്മൾ ഹോൾസെയിലായിട്ട് ഗ്യാസ് ഫില്ല് ചെയ്യുമ്പോൾ കുറച്ച് ഒരു വ്യത്യാസം വരും.
അപ്പോൾ അതാണ് വരുന്നത്. പിന്നെ കാർ പേയ്മെൻറ്റ് അങ്ങനെയൊന്നും നമുക്കില്ല. പിന്നെ വരുന്ന ഇൻഷുറൻസ് നമുക്ക് രണ്ടുപേർക്കും കൂടെ $160 പെർ പേഴ്സൺ ആണോ അത് രണ്ടുപേർക്കും കൂടെ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. $160. ഓക്കെ. പിന്നെ അടുത്ത ഹെൽത്ത് കെയർ എന്ന് പറയുമ്പം അമേരിക്കയിൽ നമ്മൾ താമസിക്കുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അല്ല അമേരിക്ക എന്നല്ല, ഏത് രാജ്യത്തും താമസിക്കുമ്പോൾ ദൈവമേ വലിയ അസുഖങ്ങളൊന്നും വരുത്തല്ലേ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇവിടെ താമസിക്കുമ്പം നമുക്ക് നല്ലൊരു ഇൻഷുറൻസ് ഇല്ല, എന്തെങ്കിലും രീതിയിൽ ഹോസ്പിറ്റൽ കേസസ് ഒക്കെ വന്നാൽ നമ്മൾ പെട്ടുപോകും. ദൈവം സഹായിച്ച് എനിക്കും ബിബിനും ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും വന്നിട്ടില്ല കേട്ടോ. യാ അപ്പം നമുക്ക് അങ്ങനെ എനിക്കും ബിബിനും അങ്ങനെ ഒത്തിരി ഒരു തവണ എന്തോ വയറിന് 1-2 തവണ എൻ്റെ വയറിന് എന്തോ ചെറിയ പ്രശ്നം വന്നപ്പം ജസ്റ്റ് ഡോക്ടറെ കണ്ടു, അങ്ങനെ വന്നപ്പോഴത്തേനും അങ്ങനെ പോയിട്ടുള്ളൂ. പിന്നെ നമ്മൾ കുച്ചു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു വർഷം മുന്നേ വരെ അവന് മാസത്തെ ഒരിക്കൽ അല്ലെ 2 മാസം കൂടുമ്പോൾ ഒരിക്കൽ എങ്ങനെയായാലും ചുമയും ഇൻഫെക്ഷനും പനിയൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഓരോ തവണ നമ്മൾ പോകുമ്പോഴും നമുക്ക് 3 പേർക്ക് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് സെപ്പറേറ്റ് ഇൻഷുറൻസ് എൻ്റെ എൻ്റെ കമ്പനിയിൽ നിന്നുണ്ടായിരുന്നു, ബിബിനും ഉണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം നല്ല കവറേജ് ഉള്ള ഒരു ഇൻഷുറൻസ് ആയിരുന്നു. അതാണ് നമ്മുടെ കോപ്പേ എന്ന് പറയുന്നത് $30 ആണ്. അപ്പം നമ്മൾ കോപ്പേ അത്ര അടച്ചാൽ മതി, ബാക്കി നമ്മുടെ ഇൻഷുറൻസ് കവർ ചെയ്യും. ആ ഒരു രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് നമ്മുടെ മന്ത്ലി സാലറിയിൽ നിന്നാണ് ഇൻഷുറൻസിൻ്റെ എമൗണ്ട് പിടിക്കുന്നത്. ഈ $30 എന്ന് പറയുന്ന ഇൻഷുറൻസിൻ്റെ എമൗണ്ട് അല്ല കേട്ടോ. ഓരോ തവണ നമ്മൾ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട്. ഇൻഷുറൻസ് കമ്പനി ഒരു തുക പേ ചെയ്യും, നമ്മൾ പേ ചെയ്യുന്നത് $30 ആയിരുന്നു. അതല്ലാണ്ട് നമ്മുടെ മന്ത്ലി സാലറിയിൽ നിന്ന് നമ്മുടെ കമ്പനി ഇൻഷുറൻസ് തുക വേറെ പിടിക്കുന്നുണ്ട്. അത് അങ്ങനെ. പിന്നെ ചൈൽഡ് റിലേറ്റഡ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുച്ചു ഇപ്പം അവനിപ്പം 2ാം ക്ലാസ്സിലാണ്. അപ്പം അവന് നമുക്ക് സ്കൂളിൽ ഫീസോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അവൻ ഇടയ്ക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാറുണ്ട്. അവിടെ ഫുഡുണ്ട് അവർക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ പറയും ഇനി കുറച്ച് ദിവസം അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറയും. അങ്ങനെ അവിടുത്തെ ഫുഡ് മടുക്കുമ്പോഴത്തേനും അവൻ പറയും ഇനി കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറയും. അങ്ങനെ മാറിയൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അത് വലിയ തുകയൊന്നും ആകത്തില്ല, ഒരു $50 മന്ത്ലി ആ ഒരു റേഞ്ചിലൊക്കെ ആവാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പ്രീ സ്കൂളിലൊക്കെ ഉള്ള പിള്ളേരൊക്കെ ഉള്ള പേരൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കൂൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു തുകയാവും. നമ്മളിവിടെ വന്ന സമയത്ത് കൊച്ചിന് 2.5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അവൻ്റെ പ്രീ സ്കൂളിൽ നമ്മൾ അടച്ചുകൊണ്ടിരുന്ന തുകയെന്ന് പറയുന്നത് $1,400 ഒക്കെയാണ്. അത്രയും നമ്മുടെ ഒരു മന്ത്ലി റെൻറ്റിൻ്റെ അടുത്തൊക്കെ വരുന്ന രീതിയിലൊക്കെ തന്നെയുള്ള ഒരു തുക നമ്മൾ പ്രീ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടയ്ക്കേണ്ടി വരും. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. കൊച്ചു കിൻഡർ ഗാർഡനിൽ കയറി തുടങ്ങിയ പിന്നെ സ്കൂൾ കഴിയുന്നവരെ ഏകദേശം നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ കോളേജിലോട്ട് പോകുമ്പോൾ പിന്നെ നമ്മൾ പെട്ടു. അതാണ് ഇവിടുത്തെ ഒരു സ്കൂളിംഗ് അല്ലെങ്കിൽ കോളേജ് സിസ്റ്റത്തിൻ്റെ ഒരു കാര്യം പറയുന്നത്. ഇനി അടുത്ത പേഴ്സണൽ എക്സ്പെൻസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ക്ലോത്തിങ്, ഷൂസ്, ഹെയർ കട്ട്, ബ്യൂട്ടി സലൂണിൽ പോകുന്നത്, കോസ്മെറ്റിക്സ്, സ്കിൻ കെയർ, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഫസ്റ്റ് ക്ലോത്തിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇവിടുന്ന് എൻ്റെ ഡ്രസ്സുകൾ മേടിക്കുന്നത്, ഇവിടെ നല്ല ഡ്രസ്സുകൾ കിട്ടും കേട്ടോ. ഹൈ എൻഡ് കാറ്റഗറി, ഭയങ്കര ബ്രാൻഡഡ്, ഭയങ്കര സൂപ്പർ ഡ്രസ്സൊക്കെ കിട്ടും. ഞാൻ അങ്ങനത്തെ ഡ്രസ്സൊന്നും മേടിക്കാറില്ല. എനിക്ക് നാട്ടിൽ നിന്നുള്ള ഡ്രസ്സ് തന്നെയാണ് എനിക്കിഷ്ടം. പിന്നെ ഞാൻ ഇവിടുന്ന് മേടിച്ചുകൊണ്ടിരുന്ന ഒരേ ഒരു കടയെന്ന് പറയുന്നത് ബെർലിംഗ്ടൺ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടെ ഇങ്ങനെ കുറച്ച് ബ്രാൻഡഡ് ഡ്രസ്സൊക്കെ വലിയ വിലയില്ലാണ്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അവിടുന്ന് ഞാൻ മേടിക്കാറുണ്ടായിരുന്നു. ഇപ്പം വളരെ കുറവായിട്ടേ മേടിക്കാറുള്ളൂ. പണ്ടൊക്കെ എനിക്ക് ജോലി ഉണ്ടായിരുന്ന സമയത്ത് എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് മേടിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മീൻസ് മന്ത്ലി വൺസ് അങ്ങനെയൊക്കെ. ഇപ്പം വളരെ ഫ്രീക്വൻസി ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോൾ അവിടെയാണ് ഞാൻ മേടിച്ചുകൊണ്ടിരുന്നത്. അത് കാരണം എനിക്കൊരു ഡ്രസ്സിൻ്റെ എക്സ്പെൻസീവ് ഇപ്പം മന്ത്ലിയിൽ ഇൻക്ലൂഡ് ചെയ്യാനും മാത്രം ഇല്ല. പിന്നെ നമ്മൾ ഹെയർ കട്ട്, ബ്യൂട്ടി സലൂൺ എന്നും ഒക്കെ പറയുന്നത്, ബ്യൂട്ടി സലൂൺ എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പം ഞാൻ ഈ ഒരു 6 വർഷത്തിൽ ഒരു 10 താഴെ തവണ അല്ലെങ്കിൽ ഒരു 5-6 തവണ മാക്സിമം ബ്യൂട്ടി സലൂൺ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോയിട്ടുള്ളൂ. അതും അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അപ്പോൾ എൻ്റെ ഒരു മന്ത്ലി ബഡ്ജറ്റ് വരുന്ന കാര്യമല്ല. പിന്നെ ഹെയർ കട്ട് എന്ന് പറയുന്നത് ഞാനൊരു 3 മാസം കൂടുമ്പോഴൊക്കെ ഹെയർ കട്ട് ചെയ്യാറുണ്ട്. അതൊരു $40 to $50 ഒക്കെ ആവും. പിന്നെ കോസ്മെറ്റിക്സ് ഓർ സ്കിൻ കെയർ, എനിക്ക് ഭയങ്കര സ്കിൻ കെയർ ഒന്നുമില്ല. ഞാൻ യൂസ് ചെയ്യുന്നത്, നിങ്ങൾ എൻ്റെ സ്കിൻ കെയർ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കാസ്റ്റർ ഓയിലിൻ്റെ ആണ്. അതിൻ്റെ ഒരു വലിയ കുപ്പി ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് മേടിച്ചു കഴിഞ്ഞാൽ ആ കുപ്പി മേടിച്ച ഏകദേശം ഒരു 8-10 മാസത്തോളം കുപ്പി പോവും. അതിൻ്റെ വില എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് അത്ര ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമല്ല. എങ്കിലും നമ്മൾ ഷാമ്പൂ, പിന്നെ സൺസ്ക്രീൻ, എങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമല്ലോ. പിന്നെ ഹെയർ കട്ട്, ബിബിൻ്റെ ഹെയർ കട്ട്, കൊച്ചുൻ്റെ ഹെയർ കട്ട്, അങ്ങനെ എല്ലാം കൂടെ ഞാനൊരു റൗണ്ടപ്പ് ചെയ്തിട്ട് ഒരു $60 മന്ത്ലി ഒരു എമൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത്
എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ വരുന്നത്. അതിന് നമുക്ക് ഒരേ ഒരു സബ്സ്ക്രിപ്ഷനേ ഉള്ളൂ, ആമസോൺ പ്രൈം. അതിന് നമ്മൾ $80 ഇയർലി. അതൊരു വളരെ നിസ്സാരമായ ചാർജാണ്. ലൈക്ക് ലെസ് ദാൻ $8 പെർ മന്തേ ആവുന്നുള്ളൂ. പിന്നെ അതല്ലാണ്ട് നമുക്ക് ഡിസ്നി, യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് അങ്ങനത്തെ സബ്സ്ക്രിപ്ഷൻസ് ഒന്നുമില്ല. പിന്നെ മൂവീസ് പുറത്ത് ഇവിടെ സിനിമ കാണാൻ പോകുന്നതും വളരെ കുറവാണ്. നമ്മളങ്ങനെ ഈ പറയുവാണെങ്കിൽ ഒരു 10 താഴെ സിനിമയൊക്കെ ഇവിടെ പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ അതും അപ്പോൾ അതും ഞാൻ ഇങ്ങനെ മന്ത്ലി എക്സ്പെൻസ് കൂടുന്നില്ല. പിന്നെ റെസ്റ്റോറൻറ്റ്സിന് ഫുഡ് കഴിക്കുന്നത്, അത് എനിക്കിവിടെ അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ല കേട്ടോ. എങ്കിലും നമ്മൾ വീട്ടിലെ ഫുഡ് കഴിച്ച് മടുത്ത് കഴിയുമ്പം ഇടയ്ക്കൊരു ബ്രേക്കിന് ഇപ്പം വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ ഒരു 8-10 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ അങ്ങനെയൊക്കെ നമ്മളൊരു അത്യാവശ്യം ഭേദപ്പെട്ട എന്ന് വെച്ചാൽ ഇപ്പം ഈ മെക്ഡൊണാൾഡ്സോ ബർഗർ കിങ്ങോ അങ്ങനത്തെ ചെയിൻ അല്ലാണ്ട് നമ്മൾ വേറൊരു ഫാമിലി റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് 3 പേർക്കും കൂടെ കഴിക്കുമ്പം ഒരു ഇൻ ബിറ്റ്വീൻ 40 to 50, 48, 49 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ബില്ല് വരാറ്. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം അതാണ് വരുന്നത്. പിന്നെ വീക്കെൻഡ് ആക്ടിവിറ്റീസ് അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ല. ഔട്ട് ഓഫ് ദ ബോർഡർ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഒരു മേജർ എക്സ്പെൻസ് എന്ന് പറയുന്നത്, നമ്മൾ ട്രാവൽ ചെയ്യുമ്പം അത് നമ്മുടെ ഒരു മന്ത്ലി ബഡ്ജറ്റിൽ കൂട്ടാൻ പറ്റത്തില്ലല്ലോ. അത് വേറൊരു എക്സ്പെൻസ്. കുറച്ച് നാളായി നമ്മൾ വലിയ ട്രിപ്പൊക്കെ പോയിട്ട്. അപ്പം അതാണ് നമുക്ക് ഇവിടെ ഒരു ലക്ഷറി ആയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കി ഞങ്ങളുടെ ഇവിടുത്തെ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പറയാം. ഇനി അടുത്ത് നമ്മുടെ വരുന്നത് ജിം മെമ്പർഷിപ്പ്. നമ്മൾ ജിമ്മിൽ പോകാറുണ്ട്. അപ്പം അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് $75 മന്ത്ലിയാണ്. പിന്നെ കുച്ചുവിനുള്ള ആക്ടിവിറ്റി കുച്ചു സ്വിമ്മിങ്ങിന് പോകുന്നു. സ്വിമ്മിങ് ക്ലാസ്, സ്വിമ്മിങ് അവൻ പഠിക്കുന്നുണ്ടായിരുന്നു. അവന് വരുന്നത് $120, 3 മാസം കൂടുമ്പോൾ $120. ഏകദേശം ഇതെല്ലാം കൂടെ ഒരു റൗണ്ട് അപ്പ് ചെയ്തിട്ടുള്ള ഒരു ടോട്ടൽ മന്ത്ലി ബഡ്ജറ്റ് എത്രയാണെന്ന് അറിയാനല്ലേ നിങ്ങളെല്ലാം നോക്കിയിരുന്നത്. ആ ഒരു എമൗണ്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരുന്നത് $3,775. നമുക്കൊരു റൗണ്ട് അപ്പ് ചെയ്തൊരു 3,800 എന്നൊക്കെ വേണേൽ പറയാം. അതാണ് ഞങ്ങളുടെ ഒരു ആവറേജ് മലയാളി ഫാമിലി ഇവിടെ താമസിക്കാൻ വന്നുകൊണ്ടിരുന്ന എക്സ്പെൻസ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത് നമ്മുടെ ട്രാവൽ വരുമ്പോഴുള്ള എക്സ്പെൻസും, പിന്നെ ഈ കുറച്ച് 3-4 മാസമായിട്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കുറച്ചുകൂടെ ഗെറ്റ് ടുഗദറും നമ്മൾ എവിടെയെങ്കിലും Airbnb ഒക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഒരു എക്സ്ട്രാ എക്സ്പെൻസ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന കാര്യമാണ്. അതൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതൊന്നും എല്ലാവരും എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളല്ലോ. നോർമൽ നിങ്ങളിവിടെ താമസിക്കുമ്പം ഞങ്ങളിവിടെ താമസിച്ചപ്പോൾ വന്നൊരു എക്സ്പെൻസ് ആണിത്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നാട്ടിലെ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലും ഇവിടുത്തെ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിൽ കുറച്ചുകൂടെ എന്താ ഇപ്പം സാധനം ഇപ്പം മീനും ഒക്കെ മേടിക്കുന്നതാണെങ്കിലും കുറച്ചുകൂടെ ഒക്കെ ഞാൻ മേടിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു. മീനൊക്കെ കുറച്ചുകൂടി എനിക്ക് ലാവിഷായിട്ട് മേടിക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം പുറത്തുനിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ നാട്ടിൽ വെച്ചായിരിക്കുമ്പം കുറച്ചുകൂടെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഈ നേരത്തെ പറഞ്ഞ ബ്യൂട്ടി സലൂണൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് അവിടെ പോകാൻ പറ്റുമായിരുന്നു. പിന്നെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതും കുറച്ചുകൂടെ പോകുമായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു നാട്ടിലാണ് ഒന്നുകൂടെ ഞാൻ ഒരു എക്സ്ട്രാ ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ടുള്ള എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾക്കൊക്കെ പൈസ കൂടുന്ന സംഭവങ്ങളാണ്. നാട്ടിലെ ഇവിടെയും കൂടെ കമ്പയർ ചെയ്യുമ്പം മേജർ ഒരു ഡിഫറൻസ് ഒരുപക്ഷെ കുറവ് വരുന്നത് കാറിന്റെ ഗ്യാസ് ഫില്ല് ചെയ്യുന്നതിലായിരിക്കും. അപ്പം നമ്മൾ അതിപ്പോൾ പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പം ഇവിടെ വാർ ഇഷ്യൂ ഒക്കെ വന്നപ്പം നമ്മുടെ ഗ്യാസ് ചാർജും ഒക്കെ ഭയങ്കര കൂടി. എങ്കിലും കാറിന്റെ അത്ര ഒരു എക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് തോന്നത്തില്ല. നാട്ടിൽ പെട്ടെന്ന് നമുക്കത് ഭയങ്കര എക്സ്പെൻസ് ആയിട്ട് തോന്നുമല്ലോ. അപ്പം ഇതാണ് നമ്മുടെ ഒരു മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ വീഡിയോ ഇത്രയും നാളും ഞാൻ ചെയ്യാഞ്ഞതിൽ ഐ എം സോറി ഫോർ ദാറ്റ്. ഇനി ചെയ്തില്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു അവസരം ഇല്ല എന്ന തിരിച്ചറിവ് വന്നപ്പോഴാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും അത്ര ഭംഗിയൊന്നും കാണത്തില്ല. കണ്ട പെട്ടികളൊക്കെയാണ് ഇപ്പം എൻ്റെ സൈഡിലുള്ളത്. സോ ഇത് എനിക്ക് വലിയ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും കുറച്ച് സമയം കണ്ടെത്തി ഞാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. ഐ വിൽ സീ യു ഓൾ വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.